ദിലീപ് മഞ്ജുവിന് കൈ കൊടുക്കുന്നത് വ്യക്തമായി ദിലീപ് മഞ്ജുവിന് കൈ കൊടുക്കുന്നത് വ്യക്തമായി ദിലീപ് മഞ്ജുവിന് കൈ കൊടുക്കുന്നത് വ്യക്തമായി വർഷങ്ങൾക്ക് ശേഷം ഒരേ വേദിയിൽ ദിലീപും മഞ്ജു വാര്യരും ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ദിലീപ് ഏട്ടനും മഞ്ജു ചേച്ചിയും മഞ്ജു വാര്യരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പരസ്പരം ഒന്ന് കൈകൊടുത്തിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ശരിക്കും മീനാക്ഷി ദിലീപിന്റെ വിവാഹം ആവാറായി. സോ അതിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം ഇവർ രണ്ടുപേരും പരസ്പരം ഒരു ഹസ്തദാനം, ഒരു കൈ കൊടുത്തതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ചിലപ്പോൾ അത് സത്യമായിരിക്കാം കേട്ടോ. അപ്പം എല്ലാത്തിനും ഒരു ഇടനില എന്ന് പറയുന്നത് ശരിക്കും മക്കളാണല്ലോ. അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് നിന്നാൽ അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് മക്കളാണ്. പക്ഷെ ഇവർക്ക് ഇനി ഒന്നിക്കാൻ സാധിക്കില്ല. കാരണം ദിലീപിന് ഇപ്പോൾ മറ്റൊരു ഭാര്യയൊക്കെ ആയി, കാവ്യമാധവനെ അതിലൊരു കുഞ്ഞായി, അവരിപ്പം സുഖമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. മഞ്ജു വാര്യർ ഇപ്പോഴും വിവാഹശേഷം മറ്റൊരു വിവാഹമൊന്നും കഴിക്കാതെ ആ ഒരു രീതിക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ദിലീപേട്ടൻ മഞ്ജു ചേച്ചിക്ക് കൈ കൊടുത്തിട്ടില്ല, അത് ഒരു ഫേക്ക് ഫോട്ടോയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് കുറെ ക്യാമറാസ് ഉണ്ടായിട്ട് അതിലൊന്നും എടുത്ത ഒരൊറ്റ ഫോട്ടോ പോലും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ദൂരെ നിന്ന് ഏതോ ഒരു പാപ്പരാസി എടുത്ത ഫോട്ടോയാണ് പുറത്ത് വന്നെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിക്കാം സുഹൃത്തുക്കളെ. അതിൽ ശരിക്കും ദിലീപേട്ടൻ നമ്മുടെ മഞ്ജു ചേച്ചിക്ക് കൈ കൊടുക്കുന്ന ഒരു വീഡിയോ അടുത്ത് നിന്ന് ആരോ എടുത്തൊരു ക്ലിപ്പാണ്. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു, കൈ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ കാലമൊക്കെ മാറിയാലും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ കുറച്ച് കാലം മാത്രമേ സുഹൃത്തുക്കളെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. സോ ആ ഒരു പോയിന്റിൽ നമ്മൾ ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ഈ സിനിമയായാലും സീരിയലായാലും അല്ലെങ്കിൽ നോർമലി ഉള്ള മനുഷ്യന്മാരായാലും എല്ലാവരും ഇതിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം എന്തായാലും നമ്മുടെ ദിലീപേട്ടൻ്റെ മകളായ മീനാക്ഷി ശരിക്കും ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരി ശരിക്കും ഫിലിം ഫീൽഡൊന്നും തിരഞ്ഞെടുത്തില്ല. അതിനോട് താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കണം ശരിക്കും. പുള്ളിക്കാരി പഠിച്ചു, ഇപ്പോൾ ഒരു ഡോക്ടറായിട്ട് എറണാകുളത്തെ ഏതൊരു ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രലാന്ന് തോന്നുന്നു പുള്ളിക്കാരി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു ഫോട്ടോ കൂടെ ഇവിടെ ജസ്റ്റ് കാണിക്കാൻ സുഹൃത്തുക്കളെ. നമ്മുടെ ദിലീപേട്ടനും അതുപോലെ തന്നെ മീനാക്ഷി കാവ്യമാധവനും കൂടെ ചേർന്നുള്ളൊരു ഫോട്ടോ. അപ്പോൾ കാവ്യമാധവനും മീനാക്ഷി തമ്മിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എനിക്ക് ഇതിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഈ മീനാക്ഷിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രായമോ കാര്യങ്ങളോ അത്രയ്ക്കും വലിയ മെച്ചൂർഡൊന്നും അല്ല കൊച്ചു. പക്ഷേ നോർമലി ഉള്ള പെൺപിള്ളേരെ ശരിക്കും അമ്മമാരെയാണ് ആ ഒരു സമയത്ത് അവർ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ചൂസ് ചെയ്യുന്നത്. എനിക്ക് അമ്മയുടെ കൂടെ പോയാൽ മതി എന്നുള്ള രീതിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മീനാക്ഷി ആ ഒരു തീരുമാനം എടുക്കാഞ്ഞെന്നുള്ളത് എനിക്ക് എപ്പോഴും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ന്യൂസിൽ കാണിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കാം മീനാക്ഷി അമ്മയുടെ കൂടെ പാഞ്ഞത്? കാരണം ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അമ്മയുടെ വാത്സല്യവും അമ്മയുടെ കെയറിങ്ങും ഒക്കെയാണ്. ഒരു പെൺകുട്ടിയാവുന്ന സമയത്ത് അവളൊരു പ്രായപൂർത്തിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടത് അതാണ് ശരിക്കും. പക്ഷെ എന്തുകൊണ്ട് മീനാക്ഷി ദിലീപേട്ടനെ ചൂസ് ചെയ്യുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആ കാവ്യമാധവൻ മോശമാണെന്നല്ല പറഞ്ഞത്, ശരിക്കും അവരിപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നമ്മൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്നൊരു കാര്യമാണ് ശരിക്കും. ദിലീപേട്ടനും അതുപോലെ തന്നെ പൃഥ്വിരാജും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഇവിടെ വെച്ചുതരാം. ദിലീപേട്ടൻ വരുമ്പോൾ പൃഥ്വിരാജ് ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ നിന്ന് ജസ്റ്റ് കണ്ടു കേട്ടോ. കരുതുന്നത് ഇവർ തമ്മിൽ ദേഷ്യത്തിലായിരിക്കും, വഴക്കായിരിക്കും, കണ്ടാൽ മിണ്ടില്ല എന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ അവിടെ കണ്ട നിമിഷങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തി. ദിലീപിനെ കണ്ടതും എഴുന്നേറ്റ് നിൽക്കുന്ന മഞ്ജു വാര്യരെയും അതിനൊപ്പം തന്നെ മറ്റ് സഹതാരങ്ങളും എണ്ണീറ്റ് നിന്ന് ദിലീപിനെ സ്വീകരിക്കുന്നതുമാണ് കണ്ടത്. ഇതിനു മുമ്പും ദിലീപിനെ കണ്ട് ചാടി എഴുന്നേൽക്കുന്ന പൃഥ്വിരാജിനെ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ദിലീപിനെ കണ്ടല്ലോ, പൃഥ്വിരാജ് അവിടെ ഇരുന്നിടത്തുനിന്ന് ചാടി എണീറ്റ് ദിലീപിന് കൈ കൊടുക്കുന്നു. ഓക്കെ, ബാക്കിൽ മറ്റേ ലിസ്റ്റിനും പോകുന്നുണ്ട്. എന്തോ ഒരു തിയേറ്ററിന്റെ ഇനാഗുറേഷനോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഇങ്ങനെ തന്നെ ഈ ജീവിതം അങ്ങ് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ശരിക്കും പറഞ്ഞാൽ തോന്നിപ്പോകുന്ന ഒരു നിമിഷമാണ് കേട്ടോ ഇവരുടെ. അതായത് ഇപ്പോൾ മഞ്ജു വാര്യരാണെങ്കിലും ദിലീപേട്ടനാണെന്നുണ്ടെങ്കിലും ശരിക്കും ഈ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ അവരുടെ ഒരു മോളുടെ വിവാഹമാണെന്ന് തോന്നുന്നു ശരിക്കും. ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും അവർ പരസ്പരം ഒന്നിക്കാനുള്ള സാധ്യതയൊക്കെ നന്നേ കൂടുതലാണ്. ഒന്നിക്കാൻ മീൻസ് അച്ഛനും അമ്മയുമായിട്ട് നിന്ന് ആ വിവാഹം നടത്തി കൊടുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതുമാത്രമല്ല മഞ്ജു ചേച്ചിക്ക് ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഇതിനെല്ലാം ഉള്ള ഏക ഒരു അവകാശം ശരിക്കും മീനാക്ഷി തന്നെയാണ്. ഒറ്റ മോളല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ നമുക്ക് അടുത്തൊരു ജസ്റ്റ് ഒരു ക്ലിപ്പ് കൂടെ ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ.
പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ എറണാകുളം ദർബാർ ഹാളിൽ മഞ്ജു വാര്യർ നടത്തി ഈ പ്രസംഗം സൂചിപ്പിച്ചാണ് തന്നെ വെറുതെ വിട്ട വിധിയിൽ ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതി ശരിക്കും അന്ന് ഇരയാക്കപ്പെട്ട ആ വ്യക്തിയും അന്ന് ദിലീപിന്റെ ഒരു വിഷയത്തിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയും അതുപോലെ തന്നെ ദിലീപും മഞ്ജുവും ഇവരെല്ലാം ശരിക്കും കൂട്ടുകാരൊക്കെ തന്നെ ആയിരുന്നു. ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ലൈഫിൽ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പിന്നെ ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിൽ നടന്നു. ഒന്നും ഞാൻ അവിടെ പറയുന്നില്ല, ചിലപ്പോൾ ഒന്നും പറയാനും പറ്റത്തില്ല. ശരിക്കും കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിലും ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടൻ പറയുന്നത് ശരിക്കും മഞ്ജു കാരണമാണ് ശരിക്കും ഈ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിന് ഉദ്ദേശം ദിലീപേട്ടൻ വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം പിന്നിലുള്ള കളി, അതായത് ആ ഇരയുടെ പിന്നിൽ നിന്നും ചരട് വലിക്കുന്ന ഒരു വ്യക്തി മഞ്ജു ആണെന്നാണ് ദിലീപേട്ടൻ ഇവിടെ പറയാതെ പറയുന്നത്. എന്തൊക്കെയായാലും ഇത് കുറെ നാൾ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. കുറെ നാൾ മുമ്പത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ കൈ കൊടുക്കുന്ന വീഡിയോ കാണിച്ചത് 2 ദിവസത്തെ എന്തോ മുന്നത്തെ ഒരു വീഡിയോ ആണ് ശരിക്കും. അപ്പോൾ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. കമന്റ്സിലൊക്കെ ഒന്ന് കാണണം. കാരണം മലയാള സിനിമ കാണുന്ന നമ്മൾ പ്രേക്ഷകരുടെ എല്ലാവരും ശരിക്കും ഒരു ഇഷ്ട താര ജോഡികൾ തന്നെയായിരുന്നു. ആരൊക്കെ? നമ്മുടെ ദിലീപേട്ടനും മഞ്ജു ചേച്ചി, അതുപോലെ തന്നെ ജയറാമേട്ടൻ, പാർവതി, ആ ഒരു രീതിയിൽ വരുന്ന കോമ്പിനേഷൻ നമ്മൾ അതുപോലെ തന്നെ ബിജു മേനോൻ, പുള്ളിക്കാരന്റെ പേര് എനിക്ക് നാക്കിൽ കിട്ടുന്നില്ല കേട്ടോ. സംയുക്ത മേനോൻ, ബിജു മേനോൻ, സംയുക്ത, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളി പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന താര ജോഡികൾ തന്നെയായിരുന്നു. പക്ഷേ ശരിക്കും മഞ്ജു ചേച്ചിക്ക് ഒരുപാട് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്, നല്ല കാലിബറുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ മലയാള സിനിമയെ പോലും ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ ദിലീപേട്ടൻ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിനെ അഭിനയിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും വിടാത്തൊരു രീതിയിലോട്ട് പോയി. പിന്നെ പുള്ളിക്കാരി പതിയെ വിവാഹ മോചനത്തിന് ശേഷം പതിയെ ഈ ഒരു ഫീൽഡിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് തിരിച്ചു വെച്ചാൽ ആദ്യം ഡാൻസിന്റെ പരിപാടി പ്രോഗ്രാംസ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ 1-2 ഡാൻസൊക്കെ അവർ തുടക്കത്തിൽ മഞ്ജു ചേച്ചിയുടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പതിയെ സിനിമയിൽ കുഞ്ഞു വേഷമല്ല, മെയിൻ വേഷം, ലേഡി സൂപ്പർ സ്റ്റാർ ആണല്ലോ, സിനിമയിൽ വേഷങ്ങൾ ചെയ്ത് പതിയെ ഒരു സിനിമാ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജു ചേച്ചി ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് അടുത്തൊരു ക്ലിപ്പ്, ഒരു ചാനൽ കൊടുത്തിരിക്കുന്ന ഒരു ക്ലിപ്പ് കൂടെ സുഹൃത്തുക്കളെ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ഒരു കൗതുകം നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അതിനൊപ്പം തന്നെ ആ വീഡിയോയിൽ കണ്ട നിമിഷങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. സംഭവം മഞ്ജു വാര്യരും ദിലീപും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒരു വേദിയിൽ എത്തിയതായിരുന്നു. പക്ഷെ അവർ നേരിട്ട് കണ്ടപ്പോൾ സംഭവിച്ചതാണ് ഞെട്ടിച്ചതും. മാജിക് ഫ്രെയിംസിന്റെ കാക്കനാടുള്ള പുതിയ തിയേറ്റർ സമുച്ചയം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും അവിടെ എത്തിയത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഓഗസ്റ്റ് 20 പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഓണം റിലീസ് ചിത്രം ഖലീഫയോടുകൂടി തിയേറ്ററിൽ പ്രദർശനം തുടങ്ങുകയാണ്. ഓഗസ്റ്റ് 18 മുതൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു. ഡിസ്ട്രിക്ട് മൂവീസ് ആപ്പ് വഴിയാണ് ബുക്കിംഗ്. മാജിക് ഫ്രെയിം സിനിമാസിലെ ഞങ്ങൾക്കെല്ലാവർക്കും ഇതൊരു അഭിമാനകരവും അവിസ്മരണീയമായ ദിവസമാണിത്. കൊച്ചി കാക്കനാട് മാജിക് ഫ്രെയിംസ് സിനിമാസിന്റെ 50ാമത്തെ സ്ക്രീൻ പ്രവർത്തനം ആരംഭിച്ചതോടെ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണിത് എന്ന് മാജിക് ഫ്രെയിംസിന്റെ സാരഥി ഡിസ്റ്റൻസ് ഈഫാൻ പറയുകയും ചെയ്തു. ഇൻഫോ പാർക്കിന് സമീപത്തെ തിയേറ്ററിൽ 4 സ്ക്രീനുകൾ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പെറന്റ് LED സ്ക്രീനാണിത്. ഇവിടെയാണ് സിനിമാ താരങ്ങളൊക്കെ എത്തിയത്. അതിൽ മഞ്ജു വാര്യരെയും ദിലീപിനെയുമാണ് എല്ലാവരും ശ്രദ്ധിച്ചതും. പക്ഷേ അവർ ഒരുമിച്ച് കണ്ടപ്പോഴുള്ള നിമിഷമായിരുന്നു അതിശയമായതും. ഒരു കാലത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. പിന്നീട് ഇരുവരും വിവാഹമോചനത്തിലേക്ക് കടന്നത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. അതിനുശേഷം ദിലീപിന്റെ 2ാം വിവാഹവും നടിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടതും അടക്കമുള്ള സംഭവങ്ങളോടെ ദിലീപ് ആരാധകരും മഞ്ജു വാര്യർ ആരാധകരും 2 ചേരിയിലേക്ക് തിരിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ദിലീപിനൊപ്പം സിനിമകളിൽ എന്നല്ല പൊതുവേദികളിൽ പോലും കാണുന്നത് പതിവല്ല. ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവരായിട്ട് പോലും സിനിമയുമായി ബന്ധപ്പെട്ടതോ അല്ലാതെയോ ആയ ഒരു പരിപാടിയിലും ദിലീപിനെയോ മഞ്ജു വാര്യരെയോ ഇതുവരെ ഒരുമിച്ച് കണ്ടിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ അമ്മ സംഘടന സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ദിലീപും മഞ്ജു വാര്യരും പങ്കെടുത്തിരുന്നു. മഞ്ജു വാര്യരുടെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ദിലീപും മകൾ മീനാക്ഷിയും മഞ്ജുവിന്റെ വീട്ടിലെത്തിയിരുന്നു. മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിൽ മഞ്ജു പങ്കെടുത്തിരുന്നില്ല. ദിലീപിനൊപ്പം പങ്കെടുക്കുന്നത് കാവ്യ മാധവൻ ആയിരുന്നു. സഹതാരങ്ങളുടെ മക്കളുടെ വിവാഹത്തിനും അത്തരത്തിലുള്ള സ്വകാര്യ ചടങ്ങുകളിൽ ദിലീപിനെയോ
കാവ്യയോ പലപ്പോഴും കാണാറുണ്ടെങ്കിലും മഞ്ജുവിനെ അപൂർവമായേ കാണാറുള്ളൂ. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തത് സോഷ്യൽ മീഡിയയിൽ വൈറലായതും. ഈ പരിപാടിയിൽ തിയേറ്ററിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചില വീഡിയോകൾ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ നടന്മാരും നടിമാരും ഒക്കെ ഏറ്റവും മുകളിലത്തെ സീറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു. എന്നാൽ ഇവരൊക്കെ വന്നതിന് ശേഷമാണ് ദിലീപ് വരികയും ചെയ്തത്. ദിലീപ് എത്തിയപ്പോൾ മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചതാണ് പലരെയും അത്ഭുതപ്പെടുത്തിയത്. എല്ലാവരും കരുതുന്നത് ഇവർ തമ്മിൽ ദേഷ്യത്തിലായിരിക്കും, വഴക്കായിരിക്കും, കണ്ടാൽ മിണ്ടില്ല എന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ അവിടെ കണ്ട നിമിഷങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തി. ദിലീപിനെ കണ്ടതും എഴുന്നേറ്റ് നിൽക്കുന്ന മഞ്ജു വാര്യരെയും അതിനൊപ്പം തന്നെ മറ്റ് സഹതാരങ്ങളും എണ്ണീറ്റ് നിന്ന് ദിലീപിനെ സ്വീകരിക്കുന്നതുമാണ് കണ്ടത്. ഇതിനു മുമ്പും ദിലീപിനെ കണ്ട് ചാടി എഴുന്നേൽക്കുന്ന പൃഥ്വിരാജിനെ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ദിലീപിനെ കണ്ട് പൃഥ്വിരാജിന്റെ പ്രതികരണവുമൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ഇപ്പോൾ മഞ്ജു വാര്യർ പോലും ദിലീപിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് സ്വീകരിച്ച രീതി വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും പല അഭിപ്രായങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇപ്പോഴും ദിലീപിന് ആ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് മഞ്ജു വാര്യർ, ഒരു സീനിയർ നടനല്ലേ, ബഹുമാനിച്ചേക്കാം എന്ന് തുടങ്ങിയ അഭിപ്രായങ്ങൾ വരുമ്പോഴും ഈ ഒരു വേദിയിൽ എന്തിന് മറ്റൊരു രീതിയിൽ പെരുമാറണം എന്ന് പറയുന്നവരും ഉണ്ട്. തിയേറ്ററിന്റെ ഏറ്റവും പിറകിലെ നിരയിലാണ് ഇരുവരും ഇരുന്നത്. എന്നാൽ അടുത്തടുത്തുള്ള സീറ്റുകളായിരുന്നില്ല ഇവർ ഇരുന്നതും. മഞ്ജു വാര്യർക്ക് സമീപം ജയസൂര്യയും ദിലീപിനടുത്ത് തൃക്കാക്കര MLA ഉമാ തോമസും ആയിരുന്നു ഇരുന്നത്. മഞ്ജുവും ദിലീപും ഒരേ പരിപാടിയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു. ഇരുവരും എത്തിയതോ തിരിച്ചുപോയതോ ഒരുമിച്ച് ആയിരുന്നില്ല. മാത്രമല്ല പരിപാടി നടക്കുമ്പോൾ വേദിയിലും മഞ്ജുവും ദിലീപും ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല. മാജിക് ഫ്രെയിംസ് സിനിമാസിൽ ആദ്യം റിലീസ് ചെയ്യുന്ന പൃഥ്വിരാജ് ചിത്രമായ ഖലീഫയുടെ ആദ്യ ടിക്കറ്റ് മഞ്ജു വാര്യർ, നടൻ കുഞ്ചാക്കോൻ എന്നിവരാണ് വേദിയിൽ സമ്മാനിച്ചത്. ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ ശരിക്കും എന്താണെന്നുള്ളത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നടന്നത്. അതുപോലെ തന്നെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദിലീപ് ഏട്ടനും മഞ്ജു ചേച്ചിയും ശരിക്കും ഒന്ന് കാണുന്നതും അതുപോലെ തന്നെ കൈ കൊടുക്കുന്നതും. ശരിക്കും ലിസ്റ്റിൻ സ്റ്റീഫനോട് ഒരു നന്ദി പറയുന്നു, ഇതുപോലൊരു സംഭവത്തിന് വഴിയൊരുക്കുന്നത്. ഇനി കാവ്യച്ചേച്ചി ഇതൊക്കെ അറിഞ്ഞ് കാവ്യച്ചേച്ചിക്ക് എന്ത് തോന്നുന്നു നമുക്കറിയാൻ പാടില്ല. ഇനി ദിലീപ് കാണാം തന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ള ഭയമോ കാര്യങ്ങളോ ഒക്കെ കാവ്യച്ചേച്ചിക്ക് ഉള്ളിൽ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. എങ്കിലും അതൊരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. നല്ലൊരു മൊമെന്റ് ആയിരുന്നു. കാരണം അത്രയും നാൾ പിണങ്ങി മാറി നിന്ന ആളുകൾ പരസ്പരം ഒന്ന് ചിരിക്കുന്നു, ഒന്ന് കൈ കൊടുക്കുന്നു. ഓക്കെ, ഇത് ശരിക്കും അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞ ഒരു ചിരി വിടർത്തുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞ അവിടെ നടന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ശരിക്കും ആ ഒരു അവർ കൈ കൊടുക്കുന്ന ആ ഒരു ക്ലിപ്പ് അടുത്ത് നിന്ന് ഒരൊറ്റ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും ആരും തന്നെ ആ ഒരു ക്ലിപ്പ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞതാണ്. സോ അതിനെപ്പറ്റി വ്യക്തമാക്കിക്കൊണ്ട് ഒരാൾ ശരിക്കും കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് ഉണ്ട് വീഡിയോ. നിങ്ങളത് ശ്രദ്ധിച്ചൊന്ന് കേട്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. നമ്മൾ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യരുടെ ജീവിതം ഒരു മാഫിയ തടവിലാണ് എന്നാണ്. ഇതേക്കുറിച്ച് പുറത്തു പറഞ്ഞതിനാണ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായിട്ടുള്ളത്. ഈ കള്ളക്കേസ് താൻ കൊടുത്തിട്ടുള്ളതല്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്നും അതിന് തെളിവായി ഒരു ശബ്ദരേഖയുണ്ട് എന്നും ഞാൻ കാലങ്ങളായി പറയുന്നു. പരാതി കൊടുക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിനെ എല്ലാം അടച്ചിരുന്നത് എനിക്ക് ഭ്രാന്താണ്, സ്കീസോഫ്രീനിയാണ്, ഞാൻ മയക്കുമരുന്നിന് അടിമയാണ് തുടങ്ങിയ വിദണ്ഡവാദങ്ങൾ കൊണ്ടാണ്. ഇപ്പോ ഞാൻ പറയുന്നതിലെന്തോ കാര്യമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങി. എന്തുകൊണ്ട് മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ സംസാരിക്കുന്നില്ല എന്ന് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നോക്കൂ ഒരു നാടകം അരങ്ങേറുന്നത്. 2 ദിവസം മുൻപ് ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് പങ്കെടുത്തു എന്നൊരു വാർത്ത പുറത്തു വന്നു. അതിൽ അവർ കണ്ടോ കണ്ടില്ലയോ, സംസാരിച്ചോ സംസാരിച്ചില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ 2 ദിവസം അന്തരീക്ഷത്തിലുണ്ടായി. ഇന്നലെ മറ്റൊരു ചിത്രം പുറത്തു വന്നു. മഞ്ജു വാര്യർ ദിലീപിന് കൈ കൊടുത്തു, കൈ കൊടുത്തില്ല, ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കുറച്ച് ഫോട്ടോസും പുറത്തുവിടുന്നു. ചിത്രത്തിൽ വളരെ കൃത്യമായി ഒരു കാര്യം കൂടി കാണാൻ പറ്റും. അതിനടുത്ത് തന്നെ ഒരു ക്യാമറയുണ്ട്. ഒന്നല്ല, നിരവധി ക്യാമറകളുണ്ട്. ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ ആ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യമല്ലേ ആദ്യം പുറത്തു വരിക സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട് ആ ചിത്രങ്ങൾ പുറത്തു വരാതെ ഏതോ ഒരു കോണിൽ നിന്നും പാപ്പരാസി പകർത്തിയത് എന്ന് തോന്നിക്കുന്ന ഒരു ചിത്രം പുറത്തു വരുന്നു? ഈ നാടകം വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മഞ്ജു വാര്യർ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതിലൊരു വലിയ അപകടം കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അന്ന് ആ പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്ന മഞ്ജു വാര്യർക്ക് വിശ്വസ്തരായ ഒരുപാട് ആളുകൾ പോയതിനു ശേഷം മഞ്ജു വാര്യർ മാത്രവും ദിലീപും അയാളുടെ കൂടെയുള്ള സംഘങ്ങളും ചേർന്നിട്ടുള്ള ഒരു നാടകമാണ്. അതിനകത്ത് ഒരു സ്ത്രീ പോലും ഇല്ല, നിറയെ പുരുഷന്മാരാണ്. സിനിമാ മേഖലയിൽ പോലും ഉള്ളവരാരുമില്ല. എത്ര ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ കാണുന്നത് ആരെയാണ്? അവരുടെ മുൻ ഭർത്താവിനെ. വളരെയധികം വൈരാഗ്യങ്ങളുണ്ട് എന്ന് കേസുകളിലൂടെയും വാർത്തകളിലൂടെയും
വാക്കുകളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരാളാണ്. ഒന്നല്ല, നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഇതിലൊന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കേസാണ്. മറ്റൊന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കേസാണ്. വേറൊന്ന് മെമ്മറി കാർഡ് കോടതിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി എന്നുള്ളതിൽ സംശയം നേരിടുന്ന ആളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ മഞ്ജു വാര്യരോട് വിരോധം പുലർത്തുന്ന ആളാണ്. അയാളെയാണ് അവർക്ക് വേണ്ടപ്പെട്ട ആരുമില്ലാതെ വളരെ സ്റ്റേജിലായിട്ടുള്ള നിലയിൽ അയാൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ മാത്രം ഉള്ളപ്പോൾ കൂടിക്കാണുന്നതായിട്ട് പ്രചരിക്കുന്നത്. എന്റെ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിലുണ്ട്. ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. ഇത്തരം നാടകങ്ങൾ കൊണ്ട് കേരളീയരെ മുഴുവനും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാഫിയ. ഇത് തിരിച്ചറിയണം. ഇതേപ്പറ്റി ശബ്ദമുയർത്തണം. കേരളീയർ ഇത്തരം മാഫിയ മാനിപ്പുലേഷനുകളിൽ വീണു പോകാൻ പാടുള്ളവരല്ല. ഇദ്ദേഹം പറയുന്നത് ശരിക്കും അവർ കൈയൊന്നും കൊടുത്തിട്ടില്ല, ഇതൊക്കെ ശരിക്കും മാനിപ്പുലേഷൻ ആണെന്നുള്ള രീതിയിലേക്കാണ് പുള്ളിക്കാരൻ പറയുന്നത്. ശരിക്കും കൈ കൊടുത്തതും ചിരിച്ചതായിട്ടുള്ള ബൈറ്റുകൾ ശരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വമ്പൻ ചാനലുകളിൽ വരെ ശരിക്കും പറഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്ത കാര്യമാണ്. ഓക്കെ, സോ പ്രേക്ഷകരെ, ദിലീപേട്ടന് മഞ്ജു ചേച്ചി ദിലീപേട്ടന് കൈ കൊടുത്ത ഒരു സംഭവം, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അത് ശരിയാണോ? മഞ്ജു അങ്ങനെ ചെയ്തത് ശരിക്കും, മഞ്ജു ചേച്ചി അങ്ങനെ ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അത് ശരിയാണോ? അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ പ്രതികരണം സുഹൃത്തുക്കളെ? അത് നിങ്ങൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.